വിശദമായ വാർത്തകളിലേക്ക്. ക്രിസ്തുവിന്റെ പീഡാസഹനത്തിന്റെ ഓർമ്മ പുതുക്കി UAE-യിലും ക്രൈസ്തവർ ദുഃഖവെള്ളി ആചരിച്ചു. വിവിധ എമിറേറ്റുകളിൽ നടന്ന ശുശ്രൂഷകളിൽ നിരവധി ആളുകൾ പങ്കെടുത്തു. ക്രിസ്തുദേവന്റെ പീഡാസഹനത്തിന്റെ ഓർമ്മകൾ പുതുക്കിയാണ് ക്രൈസ്തവർ ദുഃഖവെള്ളി ആചരിക്കുന്നത്. UAE-യിലെ വിവിധ ദേവാലയങ്ങളിൽ ഇന്ന് പുലർച്ചെ മുതൽ പ്രാർത്ഥനകളും പ്രത്യേക ശുശ്രൂഷകളും നടന്നു. അബുദാബി മുസഫ സെന്റ് പോൾസ് കത്തോലിക്ക ദേവാലയത്തിൽ നടന്ന കുരിശിന്റെ വഴിയിൽ നിരവധി വിശ്വാസികൾ സംബന്ധിച്ചു. ഫാദർ ടോം ജോസ് മുഖ്യ കാർമ്മികത്വം വഹിച്ചു. ഫാദർ ജോൺസൺ കല്ലിട്ടേതിൽ കോർ എപ്പിസ്കോപ്പയുടെ മുഖ്യ കാർമ്മികത്വത്തിലായിരുന്നു സെന്റ് ജോർജ് ഓർത്തഡോക്സ് കത്തീഡ്രലിൽ ദുഃഖവെള്ളി ശുശ്രൂഷകൾ. ദുബായ് സെന്റ് മേരീസ് കത്തോലിക്ക പള്ളിയിലും ഷാർജ സെന്റ് മൈക്കിൾസ് കത്തോലിക്ക പള്ളിയിലും ദുഃഖവെള്ളി ചടങ്ങുകൾ നടന്നു. ഷാർജ സെന്റ് മേരീസ് യാക്കോബായ കത്തീഡ്രൽ പള്ളിയിൽ നടന്ന ചടങ്ങുകൾക്ക് യാക്കോബായ സുറിയാനി സഭ മലബാർ ഭദ്രാസനാധിപൻ ഗീവർഗീസ് മാർ സ്തേഫനോസ് മുഖ്യ കാർമ്മികത്വം വഹിച്ചു. ഷാർജ സെന്റ് ഗ്രിഗോറിയോസ് ഓർത്തഡോക്സ് പള്ളിയിലെ ചടങ്ങുകൾക്ക് കൽക്കട്ട ഭദ്രാസനാധിപൻ അലക്സിയോസ് മാർ യൗസേബിയോസ് മെത്രോപൊലിത്ത മുഖ്യ കാർമ്മികത്വം വഹിച്ചു. 24 ദുബായ്. ക്രിസ്തുവിന്റെ പീഡാനുഭവത്തിന്റെയും കുരിശുമരണത്തിന്റെയും ഓർമ്മ പുതുക്കി ബഹ്റൈനിലും വിശ്വാസികൾ ദുഃഖവെള്ളി ആചരിച്ചു. ബഹ്റൈനിലെ വിവിധ ക്രൈസ്തവ ദേവാലയങ്ങളിൽ പ്രത്യേക ശുശ്രൂഷകൾ നടന്നു. മനുഷ്യന്റെ പാപങ്ങൾ മോചിക്കാൻ ക്രിസ്തു ക്രൂശിലേറിയതിന്റെ ഓർമ്മകളിൽ ബഹ്റൈനിലും ക്രൈസ്തവ വിശ്വാസികൾ ദുഃഖവെള്ളി ആചരിച്ചു. ബഹ്റൈൻ മലയാളി കത്തോലിക്ക കമ്മ്യൂണിറ്റിയുടെ നേതൃത്വത്തിൽ യേശുക്രിസ്തുവിന്റെ പീഡാനുഭവത്തിന്റെയും കുരിശുമരണത്തിന്റെയും ഓർമ്മ ആചരിച്ചുകൊണ്ടുള്ള ദുഃഖവെള്ളി ശുശ്രൂഷകൾ നടന്നു. ഇന്ന് രാവിലെ 8 മണി മുതൽ ഇസാ ടൗണിലുള്ള സേക്രഡ് ഹാർട്ട് സ്കൂളിൽ വെച്ച് അവർ ലേഡി ഓഫ് അറേബ്യ കത്തീഡ്രൽ റെക്ടർ ഫാദർ സജി തോമസിന്റെ മുഖ്യ കാർമ്മികത്വത്തിലാണ് പ്രാർത്ഥനാ ശുശ്രൂഷകൾ ആരംഭിച്ചത്. മനാമ തിരുഹൃദയ ദേവാലയം വികാരി ഫാദർ ഫ്രാൻസിസ് ജോസഫ്, ഫാദർ ലിജോ എബ്രഹാം, ഫാദർ എബിൻ എബ്രഹാം എന്നിവരുടെ നേതൃത്വത്തിൽ പീഡാനുഭവ ചരിത്ര വായനകൾ, കുരിശാരാധന, വിശുദ്ധ കുർബാന സ്വീകരണം എന്നിവയും ഒരുക്കിയിരുന്നു. തുടർന്ന് സ്കൂൾ മൈതാനിയിൽ നടന്ന കുരിശിന്റെ വഴി പ്രദക്ഷിണത്തിലും കുരിശുരൂപം വണങ്ങുന്നതിലും 7000-ലധികം വരുന്ന വിശ്വാസികൾ പങ്കെടുത്തു. ബഹ്റൈൻ. ഇപ്പോൾ വരുന്ന വാർത്തയിലേക്കാണ്. കർണാടകയിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിനുള്ള സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ച് JDS. ദേശീയ അധ്യക്ഷൻ HD കുമാരസ്വാമി മാണ്ഡ്യയിൽ നിന്നും ജനവിധി തേടും. ഹാസനിലെ പ്രജ്വൽ രേവണ്ണയും കോലാറിൽ M മല്ലേഷ് ബാബുവും സ്ഥാനാർത്ഥികളാകും. മനേഷ് മൂർത്തിയുണ്ട് ചെന്നൈയിൽ നിന്നും. മനേഷ്, 3ഇടത്താണ് JDS കർണാടകയിൽ മത്സരിക്കുന്നത്. വിവരങ്ങൾ എന്തൊക്കെയാണ്? അരുണ്യ, വലിയ പ്രതിഷേധത്തിനൊടുവിലാണ് 3 സീറ്റ് JDS-ന് ലഭിക്കുന്നത്. പ്രത്യേകിച്ചും മാണ്ഡ്യ സീറ്റുമായി ബന്ധപ്പെട്ട് BJP-യുമായി വലിയ തർക്കങ്ങളുണ്ടായിരുന്നു. മാണ്ഡ്യ സീറ്റിൽ സുമലതയെ തന്നെ മത്സരിപ്പിക്കണമെന്നുള്ളതായിരുന്നു BJP-യുടെ ഉറച്ച നിലപാട്. ആ നിലപാടിൽ നിന്നും BJP മാറാതിരുന്നതും വലിയ തോതിലുള്ള വിമർശനങ്ങൾക്കും വലിയ തോതിലുള്ള പ്രതിഷേധത്തിനും ഒക്കെ ഇടയാക്കിയിരുന്നു. മാണ്ഡ്യ സീറ്റിൽ തനിച്ച് സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കും എന്നുള്ള കാര്യമൊക്കെ JDS-ഉം അതുപോലെ തന്നെ HD കുമാരസ്വാമിയും ഒക്കെ പല ആവർത്തി പറയുകയും ചെയ്തിരുന്നു. അതിനുശേഷമാണ് എന്തായാലും 3 സീറ്റുകളിൽ മത്സരിക്കാമെന്നും സുമലതയെ മത്സരിപ്പിക്കേണ്ടതില്ല എന്നുള്ള തീരുമാനത്തിലേക്ക് എന്തായാലും BJP എത്തുന്നത്. അങ്ങനെയാണ് ഇപ്പോൾ ഈ അല്പസമയം മുമ്പാണ് JDS-ന്റെ സ്ഥാനാർത്ഥി പട്ടിക പുറത്തു വരുന്നത്. അതിൽ HD കുമാരസ്വാമി തന്നെ മുൻ മുഖ്യമന്ത്രിയാണ്. അദ്ദേഹം മാണ്ഡ്യയിൽ നിന്ന് ജനവിധി തേടും എന്നുള്ളതാണ് ഇപ്പോൾ ആ രീതിയിലുള്ള പ്രഖ്യാപനം വന്നിരിക്കുന്നത്. ഹാസനിൽ നിന്ന് പ്രജ്വൽ രേവണ്ണയും അതുപോലെ തന്നെ കോലാർ സീറ്റിൽ M മല്ലേഷ് ബാബുവുമാണ് മത്സരിക്കുക. എന്തായാലും സുമലതയ്ക്ക്, സിറ്റിംഗ് MP ആയിട്ടുള്ള സുമലതയ്ക്ക് എന്തായാലും ഇത്തവണ സീറ്റില്ല എന്നുള്ളതാണ് ഈ ഒരു ലിസ്റ്റ് പുറത്തു വരുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അരുണ്യ, ശരി. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കർണാടകയിൽ JDS 3ഇടങ്ങളിലേക്ക് സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചിരിക്കുന്നു. മനേഷ് മൂർത്തിയാണ് ചെന്നൈയിൽ നിന്നും വിവരങ്ങൾ നൽകിയത്. മറ്റു വാർത്തയിലേക്കാണ്. കുവൈറ്റ് സെന്റ് ഗ്രിഗോറിയോസ് മഹാ ഇടവകയിൽ കാൽ കഴുകൽ ശുശ്രൂഷ നടന്നു. മലങ്കര സഭയുടെ അങ്കമാലി ഭദ്രാസനാധിപൻ യുഹോനാൻ മാർ പോളിക്കാപ്പസ് മെത്രാപ്പൊലീത്ത നേതൃത്വം നൽകി. പീഠാനുഭവത്തിന് മുന്നോടിയായി ക്രിസ്തു തന്റെ ശിഷ്യന്മാരുടെ പാദങ്ങൾ കഴുകി ചുംബിച്ചതിന്റെ സ്മരണ പുതുക്കിയാണ് കാൽ കഴുകൽ ശുശ്രൂഷ. ഇടവക വികാരി ഫാദർ ബിജു ജോർജ് പാറയ്ക്കലും സഹവികാരി ഫാദർ ലിജു കെ പൊന്നച്ചനും സഹകാർമ്മികത്വം വഹിച്ചു. യേശുക്രിസ്തുവിന്റെ പീഡാനുഭവത്തിന്റെയും ക്രൂശ് മരണത്തിന്റെയും സ്മരണകൾ ഉണർത്തി ന്യൂസിലാൻഡിലും ദുഃഖവെള്ളി ആചരിച്ചു. ഹാമിൽട്ടൺ സെന്റ് മേരീസ് യാക്കോബായ സുറിയാനി പള്ളിയിൽ നടന്ന ശുശ്രൂഷകൾക്ക് വികാരി ഫാദർ അബിൻ മണക്കാട്ട് മുഖ്യ കാർമ്മികത്വം വഹിച്ചു. ഫാദർ ജോൺസ് കോശി സഹകാർമ്മികത്വം വഹിച്ചു. 100 കണക്കിന് വിശ്വാസികൾ ശുശ്രൂഷയിൽ പങ്കെടുത്തു.
പൗരത്വ നിയമത്തെ രൂക്ഷമായി വിമർശിച്ച് ക്രൈസ്തവ മതമേലധ്യക്ഷന്മാർ സങ്കുച ചിന്തകൾ ചെറുത്തു തോൽപ്പിക്കണമെന്ന് ലത്തീൻ അതിരൂപത ആർച്ച് ബിഷപ്പ് തോമസ് ജെ നെറ്റോ അഭിപ്രായപ്പെട്ടു. ഒരു പൗരനെങ്കിലും ഭയപ്പെട്ടു ജീവിക്കുകയാണെങ്കിൽ അത് രാജ്യത്തിന്റെ പരാജയമെന്ന് ചങ്ങനാശ്ശേരി അതിരൂപത സഹായ മെത്രാൻമാർ തോമസ് തറയിലും വിമർശിച്ചു. എന്നാൽ CAA പ്രചാരണായുധമാക്കിയാൽ തിരിച്ചടി ഉണ്ടാകുമെന്ന് BJP സംസ്ഥാന അധ്യക്ഷൻ K. സുരേന്ദ്രൻ പറഞ്ഞു. മണിപ്പൂരിലും ഉത്തരേന്ത്യയിലും ക്രൈസ്തവർക്ക് നേരെ നടക്കുന്നത് ക്രൂരമായ അതിക്രമങ്ങളെന്ന് ഡോക്ടർ തോമസ് ജെ നെറ്റോയുടെ വിമർശനം. പൗരത്വ ഭേദഗതി നിയമത്തിലൂടെ ലക്ഷ്യം വെക്കുന്ന സങ്കുചിത ചിന്തകൾ ചെറുത്തു തോൽപ്പിക്കണമെന്നും ഡോക്ടർ തോമസ് ജെ നെറ്റോ. പൗരത്വ നിയമ ഭേദഗതി പോലുള്ള നിയമനിർമ്മാണത്തിലൂടെ ലക്ഷ്യമിടുന്ന സങ്കുചിത ചിന്താഗതികളെ ചെറുത്ത് തോൽപ്പിക്കേണ്ടതായിട്ടുണ്ട്. പണം കൊണ്ട് വിജയം നേടാൻ നടത്തുന്ന ശ്രമം ആത്മപരിശോധനയ്ക്ക് വിധേയമാക്കേണ്ടതാണെന്ന് സിറോ മലബാർ സഭ മേജർ ആർച്ച് ബിഷപ്പ് മാർ റാഫേൽ തട്ടിൽ. പലപ്പോഴും ജനാധിപത്യത്തെ നയിക്കാനും നിയന്ത്രിക്കാനും ഉള്ളവര് പണത്തിന്റെ സ്വാധീനത്തിലൂടെ കടന്നു വരുമ്പോൾ അവൻ മുടക്കിയത് അവൻ തിരിച്ചു പിടിക്കാൻ പരിശ്രമിക്കുന്ന ഒരു കാലാവസ്ഥ സമൂഹത്തിൽ സൃഷ്ടിക്കപ്പെടുന്നുണ്ട്. മതത്തിന്റെയും വർഗത്തിന്റെയും പേരിൽ ജനങ്ങളെ ഭയപ്പെടുത്തുന്ന ശക്തികളോട് ജാഗ്രത വേണമെന്നായിരുന്നു സീറോ മലബാർ സഭ ചങ്ങനാശ്ശേരി അതിരൂപത സഹായമെത്രാൻ ഫാദർ തോമസ് തറയിലിന്റെ സന്ദേശം. ഭയത്തോടുകൂടി ഒരു മനുഷ്യനെങ്കിലും, ഒരുപക്ഷെ ഒരു രാജ്യത്തിലെ ഏറ്റവും ദുർബലനായ ഒരു മനുഷ്യനെങ്കിലും ഭയപ്പെട്ടാണ് ജീവിക്കുന്നതെങ്കിൽ അത് ആ രാജ്യത്തിന്റെ മുഴുവൻ പരാജയമായിട്ട് കരുതുവാൻ നമുക്ക് സാധിക്കണം. മതത്തിന്റെ പേരിൽ പീഡിപ്പിക്കപ്പെട്ട അഭയാർത്ഥികൾക്ക് പൗരത്വം നൽകാനാണ് നിയമമെന്ന് BJP സംസ്ഥാന അധ്യക്ഷൻ K. സുരേന്ദ്രന്റെ മറുപടി. CAA ഈ രാജ്യത്ത് ആരുടെയും പൗരത്വം ചോദ്യം ചെയ്യുന്നില്ല. CAA പൗരത്വം നൽകാനുള്ളതാണ്. അപ്പോൾ ആ വിഷയത്തിൽ ആരുടെയും പൗരത്വത്തെ ചോദ്യം ചെയ്യുന്നില്ല. മണിപ്പൂർ വിഷയത്തിൽ ക്രൈസ്തവ മതമേലധ്യക്ഷരുടെ വിമർശനം തള്ളി കേന്ദ്ര സഹമന്ത്രി V. മുരളീധരനും രംഗത്തെത്തി. ഈ വിഷയത്തെ സംബന്ധിച്ച് ക്രൈസ്തവ സഭയുടെ നേതൃത്വം തന്നെ വളരെ വ്യക്തമായിട്ട് നേരത്തെ പറഞ്ഞിട്ടുണ്ട്. ഇതൊരു മതപരമായിട്ടുള്ള പ്രശ്നമല്ല, ഇതൊരു വംശീയമായിട്ടുള്ള പ്രശ്നമാണ്. വിവിധ ബ്യൂറോകൾക്കൊപ്പം 24 തിരുവനന്തപുരം. ഖത്തറിൽ റമദാനിലെ അവസാന പത്തിൽ ഭജനയിരിക്കാനായി 189 പള്ളികളിൽ സൗകര്യമൊരുക്കി മതകാര്യ മന്ത്രാലയം. 18 വയസ്സിൽ താഴെയുള്ള പ്രായമുള്ളവർക്ക് ഇത്തിഹാഫിന് അനുമതിയില്ലെങ്കിലും രക്ഷിതാക്കൾക്കൊപ്പം കുട്ടികൾക്കും പള്ളിയിൽ വരാം. അനുഗ്രഹിക്കപ്പെട്ട റമദാൻ മാസത്തിലെ അവസാന 10 ദിവസങ്ങളാണ് വിശ്വാസികൾ ഇത്തിക്കാഫിനായി തെരഞ്ഞെടുക്കുന്നത്. ലൈലത്തുൽ ഖദർ അഥവാ വിശുദ്ധ ഖുർആൻ അവതരിപ്പിക്കപ്പെട്ട വിധി നിർണയത്തിന്റെ രാത്രി ഈ 10 ദിവസങ്ങളിൽ പ്രതീക്ഷിക്കുന്നതിനാൽ വിശ്വാസികൾ രാവും പകലും പ്രാർത്ഥനയുമായി പള്ളികളിൽ തന്നെ കഴിച്ചുകൂട്ടും. ഇത്തിക്കാഫ് ഇരിക്കുന്നവർ ഇത്തിക്കാഫിന്റെ കർമ്മശാസ്ത്ര മാർഗനിർദ്ദേശങ്ങൾ പഠിക്കണമെന്നും പാലിക്കണമെന്നും മതകാര്യ മന്ത്രാലയം പ്രസ്താവനയിൽ ഓർമ്മിപ്പിച്ചു. പള്ളികളിൽ ഉറക്കെ സംസാരിക്കുകയോ പള്ളികളുടെ സൗന്ദര്യത്തിന് കോട്ടം തട്ടുന്ന തരത്തിൽ പെരുമാറുകയോ ചെയ്യരുതെന്നും മന്ത്രാലയം നിർദ്ദേശിച്ചിട്ടുണ്ട്. പള്ളിയുടെ ചുവരുകളിലും ഫർണിച്ചറുകളിലും മറ്റിടങ്ങളിലും വസ്ത്രങ്ങൾ തൂക്കിയിടുന്നത് ഒഴിവാക്കണം. പള്ളികളിൽ നിയുക്ത സ്ഥലങ്ങളിൽ ഒഴികെയുള്ള സ്ഥലങ്ങളിൽ ഉറങ്ങുകയോ ഭക്ഷണം കഴിക്കുകയോ ചെയ്യരുതെന്നും മന്ത്രാലയം ആവശ്യപ്പെട്ടു. അതേസമയം റമദാൻ അവസാനിക്കുന്നതിന് മുമ്പ് നൽകിയിരിക്കേണ്ട നിർബന്ധിത സക്കാത്തായ ഫിത്ർ സക്കാത്ത് റമദാനിലെ അവസാന 10 ദിവസങ്ങളിൽ തന്നെ നൽകി തുടങ്ങാമെന്നും മതകാര്യ മന്ത്രാലയം ഓർമ്മിപ്പിച്ചു. 2.5 കിലോഗ്രാം ധാന്യമോ തുകയായാണ് നൽകുന്നതെങ്കിൽ 15 ഖത്തർ റിയാലോ ആണ് ഫിത്ർ സക്കാത്തായി നൽകേണ്ടത്. കുടുംബത്തിൽ എത്ര പേരുണ്ടെന്ന് കണക്കാക്കി ഒരാൾക്ക് 15 റിയാൽ വീതമുള്ള തുകയാണ് നൽകേണ്ടത്. പ്രായഭേദമന്യേ എല്ലാവരും ഫിത്ർ സക്കാത്ത് നൽകണമെന്നാണ് വ്യവസ്ഥ. പെരുന്നാൾ നമസ്കാരം കഴിയുന്നതുവരെ സക്കാത്ത് മനഃപൂർവ്വം വൈകിപ്പിക്കരുതെന്നും മന്ത്രാലയം ഓർമ്മിപ്പിച്ചു. രാജ്യത്തുടനീളമുള്ള 31 കളക്ഷൻ പോയിന്റുകൾ വഴിയോ സക്കാത്തുകാര്യ വകുപ്പിന്റെ ഓഫീസുകൾ വഴിയോ വകുപ്പിന്റെ വെബ്സൈറ്റ് വഴിയോ ഈ തുക നൽകാവുന്നതാണ്. അൻവർ പാലേരി, 24 ദോഹ. സൗദി അറേബ്യയിലെ ഗമീസ് മുഷയത്തിൽ വാസോൺ ബ്രദേഴ്സ് ക്ലബ്ബ് ഇഫ്താർ സംഗമം നടത്തി. പ്രദേശത്തെ വിവിധ രാഷ്ട്രീയ, സാമൂഹിക, സാംസ്കാരിക മേഖലയിലെ നിരവധി പേർ പങ്കെടുത്തു. ലൗഷോർ വെൽഫെയർ കമ്മിറ്റിക്ക് ക്ലബിന്റെ ധനസഹായം ചടങ്ങിൽ ട്രഷറർ സിയാക്കത്ത് കൈമാറി. ഫൈറോസ്, ജവാദ്, ഹർഷാദ് എന്നിവർ നേതൃത്വം നൽകി. KMCC റിയാദ് സെൻട്രൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഗ്രാൻഡ് ഇഫ്താർ സംഘടിപ്പിച്ചു. യൂത്ത് ലീഗ് സംസ്ഥാന അധ്യക്ഷൻ പാണക്കാട് മുനവർ അലി ശിഹാബ് തങ്ങൾ ഉദ്ഘാടനം ചെയ്തു. റിയാദിലെ ഷിഫ ബദർ കസറൽ അമീരി ഓഡിറ്റോറിയത്തിൽ വെച്ച് ഇന്ന് വൈകിട്ട് നടന്ന പരിപാടിയിൽ സ്ത്രീകളും കുട്ടികളും ഉൾപ്പെടെ 5000-ഓളം പേരാണ് പങ്കെടുത്തത്. റിയാദിലെ സാമൂഹിക, സാംസ്കാരിക, വാണിജ്യ രംഗത്തെ പ്രമുഖ വ്യക്തിത്വങ്ങളും പരിപാടിയിൽ സന്നിഹിതരായിരുന്നു. ജീവകാരുണ്യ പ്രവർത്തന രംഗത്ത് റിയാദ് KMCC നടത്തുന്ന പ്രവർത്തനങ്ങളെ പരിപാടി ഉദ്ഘാടനം ചെയ്ത
യൂത്ത് ലീഗ് സംസ്ഥാന അധ്യക്ഷൻ പാണക്കാട് മുനവ്വർ അലി ശിഹാബ് തങ്ങൾ എടുത്തു പറഞ്ഞു. ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്ക് കൂടുതൽ പ്രാധാന്യം കൊടുത്തുകൊണ്ട് നടത്തുന്ന ധനസമാഹരണം അടക്കമുള്ള എല്ലാ കാര്യങ്ങളും ഇവിടെ നേതൃത്വം കൊടുക്കുന്ന പോലെ റഹീം എന്ന നമ്മുടെ സഹോദരൻ, അദ്ദേഹം ഒരുപാട് വർഷമായി ജയിലിലാണ്. അദ്ദേഹത്തിൻ്റെ മോചനത്തിന് വേണ്ടി 34 കോടി രൂപ സമാഹരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ഡ്രൈവ് കൂടി ഈ ഒരു സംഗമത്തിൽ നമ്മൾ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഇഫ്താർ മീറ്റും അതുപോലെ നമ്മുടെ ജീവകാരുണ്യ പ്രവർത്തനങ്ങളും അതുപോലെ റഹീമിൻ്റെ മോചനം എല്ലാം അടക്കമുള്ള ഒരു വലിയ ഉദ്ദേശത്തോടു കൂടിയാണ് ഈ ഒരു ഇഫ്താർ സംഗമം ഇവിടെ സംഘടിപ്പിച്ചത്. റൌഫ് തിരൂരങ്ങടിയുടെ ഖുർആൻ പാരായണത്തോടെ ആരംഭിച്ച പരിപാടിയിൽ ജനറൽ സെക്രട്ടറി ഷുഹൈബ് പങ്ങാങ്ങര സ്വാഗതം ആശംസിച്ചു. പ്രസിഡന്റ് CP മുസ്തഫ അധ്യക്ഷനായിരുന്നു. അഷ്റഫ് തങ്ങൾ, VK മുഹമ്മദ്, ഉസ്മാൻ അലി, മുഹമ്മദ് വേങ്ങര, മുജീബ് ഉപ്പട, അസീസ് ചുങ്കത്തറ, സത്താർ അമരത്ത്, ഷാഫി മാസ്റ്റർ എന്നിവർ പ്രസംഗിച്ച പരിപാടിയിൽ അഷ്റഫ് വള്ളയിപ്പാടം നന്ദി പറഞ്ഞു. ഇസ്മായിൽ പയ്യോളി, 24 റിയാദ്. ദുബായ് കിരീടാവകാശിയും എക്സിക്യൂട്ടീവ് കൗൺസിൽ ചെയർമാനുമായ ഷെയ്ഖ് ഹംദാൻ ബിൻ മുഹമ്മദ് ബിൻ റാഷിദ് അൽ മക്തൂമിന്റെ ആഭിമുഖ്യത്തിലുള്ള വദാനി അൽ ഇമാറത്ത് അവാർഡ് ലഫ്റ്റനന്റ് ജനറൽ മുഹമ്മദ് അഹമ്മദ് അൽ മറിക്ക് സമ്മാനിച്ചു. ദുബായിലെ ജനറൽ ഡയറക്ടറേറ്റ് ഓഫ് റെസിഡൻസി ആൻഡ് ഫോറിനേഴ്സ് അഫയേഴ്സ് ഡയറക്ടർ ജനറലാണ് അൽ മറി. അസാധാരണമായ കാൽപ്പാട് എന്ന വിഭാഗത്തിലാണ് പുരസ്കാരം. ഇറാൻ മത്സ്യക്കപ്പൽ റാഞ്ചിയ കടൽ കൊള്ളക്കാരെ ഇന്ത്യൻ നാവികസേന കീഴടക്കി. അറബിക്കടലിൽ 12 മണിക്കൂർ നീണ്ട ദൌത്യത്തിനൊടുവിലാണ് ഇറാൻ കപ്പലായ അൽകാംബർ നാവികസേന മോചിപ്പിച്ചത്. INS സുമേധയും INS തൃശൂലുമാണ് ദൌത്യത്തിൽ പങ്കെടുത്തത്. കപ്പൽ ജീവനക്കാരായ 23 പാകിസ്ഥാൻ സ്വദേശികളും സുരക്ഷിതരാണെന്ന് നാവികസേന അറിയിച്ചു. 6 മാസം നീണ്ടുനിന്ന ദോഹ ഹോർട്ടിക്കൾച്ചറൽ എക്സ്പോ സമാപിച്ചു. അൽബിദ പാർക്കിൽ കഴിഞ്ഞ ദിവസം രാത്രിയിൽ ഇറങ്ങിയേറിയ വർണ്ണാഭമായ പരിപാടികളോടെയാണ് ഏഷ്യയിലെ ഏറ്റവും വലിയ കാർഷിക ശാസ്ത്ര സാങ്കേതിക മേളയ്ക്ക് തിരശ്ശീല വീണത്. 2023 ഒക്ടോബർ 2 UAE പ്രസിഡന്റ് ഷെയ്ഖ് മുഹമ്മദ് ബിൻ സായിദ് അൽ നഹിയാൻ ഉൾപ്പെടെയുള്ള വിശിഷ്ടാതിഥികളുടെ സാന്നിധ്യത്തിൽ അമീർ ഷെയ്ഖ് തമീം ബിൻ ഹമദ് അൽത്താനിയാണ് ദോഹ ഹോർട്ടിക്കൾച്ചറൽ എക്സ്പോ ഉദ്ഘാടനം ചെയ്തത്. മരുഭൂമിയിൽ ആദ്യമായി വിരുന്നെത്തിയ അന്താരാഷ്ട്ര ഹോർട്ടിക്കൾച്ചറൽ എക്സ്പോ ഇതുവരെ 4 മില്യണിലധികം പേർ സന്ദർശിച്ചതായി സംഘാടകർ അവകാശപ്പെട്ടു. ഹരിതഭൂമി മികച്ച പരിസ്ഥിതി എന്ന എക്സ്പോയുടെ ആപ്തവാക്യം അന്വർത്ഥമാക്കുന്ന 6 മാസം നീണ്ടുനിന്ന പ്രദർശനം വൈവിധ്യമാർന്ന അനുഭവങ്ങളാണ് സന്ദർശകർക്ക് പകർന്നു നൽകിയത്. സമകാലിക കാർഷിക സാങ്കേതിക വിദ്യകൾ, സാങ്കേതിക കണ്ടുപിടുത്തങ്ങൾ, പരിസ്ഥിതി സുസ്ഥിരത എന്നിവയിൽ ഊന്നിയായിരുന്നു പ്രദർശനം. ഗ്രീൻ ഡെസേർട്ട്, ബെറ്റർ എൻവയോൺമെന്റ് എന്ന സന്ദേശത്തെ അടിവരയിടുന്ന പ്രദർശന നഗരിയിലെ വിവിധ രാജ്യങ്ങളുടെ പവലിയനുകൾ കാർഷിക മേഖലയിലെ തങ്ങളുടെ നേട്ടങ്ങളും പ്രകൃതി സംരക്ഷണത്തിനായി നടത്തിവരുന്ന പ്രയത്നങ്ങളും ലോകത്തിനു മുന്നിൽ പ്രദർശിപ്പിച്ചു. മരുഭൂമിയെ ഹരിതാഭമാക്കുന്നതിനുള്ള കർമ്മ പദ്ധതികൾ വിശകലനം ചെയ്തുകൊണ്ടുള്ള ചർച്ചകളും സിംപോസിയങ്ങളും സന്ദർശകർക്ക് വേറിട്ട അനുഭവമായി. ഇന്റർനാഷണൽ സോൺ, കൾച്ചറൽ സോൺ, ഫാമിലി സോൺ എന്നിങ്ങനെ 3 വ്യത്യസ്ത മേഖലകളിൽ ദിനംപ്രതി നടന്ന വിവിധ പരിപാടികൾ ആസ്വദിക്കാൻ സ്ത്രീകളും കുട്ടികളുമടക്കം ഓരോ ദിവസവും ആയിരക്കണക്കിന് സന്ദർശകരാണ് അൽബിദ പാർക്കിലെത്തിയത്. വ്യാഴാഴ്ച നടന്ന വർണ്ണാഭമായ സമാപന പരിപാടിയിൽ വിവിധ മാനദണ്ഡങ്ങളുടെ അടിസ്ഥാനത്തിൽ മികവ് പുലർത്തിയ പവലിയനുകളെ ആദരിച്ചു. ബ്യൂറോ ഇന്റർനാഷണൽ ഡെസ് എക്സ്പോസിഷൻസ്, ഇന്റർനാഷണൽ അസോസിയേഷൻ ഓഫ് ഹോർട്ടിക്കൾച്ചറൽ പ്രൊഡ്യൂസേഴ്സ് എന്നിവിടങ്ങളിൽ നിന്നുള്ള 10 വിദഗ്ധരുടെ ജൂറിയാണ് വിജയികളായ പവലിയനുകൾ തെരഞ്ഞെടുത്തത്. മികച്ച സ്വയം നിർമ്മിത പവലിയനുള്ള അവാർഡ് UAE സ്വന്തമാക്കി. എക്സ്പോയിലെ ഏറ്റവും വലിയ പവലിയനായി റിപ്പബ്ലിക് ഓഫ് കൊറിയയാണ് തെരഞ്ഞെടുത്തത്. ഇടത്തരം പവലിയനുള്ള പുരസ്കാരം സെനഗലിനായിരുന്നു. മികച്ച ഇന്റീരിയർ ഡിസൈനിങ്ങിനുള്ള സ്വർണ്ണ മെഡൽ ജപ്പാനും പ്രോഗ്രാമിംഗ് അവാർഡ് ഇറ്റലിക്കും ലഭിച്ചു. ദോഹ എക്സ്പോയുടെ പ്രധാന തീം അവതരിപ്പിച്ച പവലിയനും പ്രത്യേകം പുരസ്കാരം സമ്മാനിച്ചു. ചടങ്ങിൽ മുനിസിപ്പാലിറ്റി മന്ത്രിയും എക്സ്പോ 2023 ദോഹ സംഘാടക സമിതി ചെയർമാനുമായ അബ്ദുള്ള ബിൻ ഹമദ് ബിൻ അബ്ദുള്ള ലത്തിയ, ബ്യൂറോ ഇന്റർനാഷണൽ ഡെസ് എക്സ്പോസിഷൻസ് പ്രസിഡന്റ് അലൈൻ ബർഗർ, ഇന്റർനാഷണൽ അസോസിയേഷൻ ഓഫ് ഹോർട്ടിക്കൾച്ചറൽ പ്രൊഡ്യൂസേഴ്സ് പ്രസിഡന്റ് ലിയോനാർഡോ കാപ്പിറ്റാനോ എന്നിവരും പങ്കെടുത്തു. അൻവർ പാലേരി, 24 ദോഹ. ഓസ്കാർ ഇലക്ട്രോണിക്സ് ആൻഡ് ഹോം അപ്ലയൻസസ് ഇനി സൗദി വിപണിയിലേക്കും. 50 വിഭാഗങ്ങളിലായി 500ഓളം ഉൽപ്പന്നങ്ങളാണ് കമ്പനി വിപണിയിലെത്തിക്കുന്നത്. മികച്ച ഗുണമേന്മയും സേവനവുമാണ് ഓസ്കാർ ഉൽപ്പന്നങ്ങളുടെ സവിശേഷതയെന്ന് മാനേജ്മെന്റ് അറിയിച്ചു. ഇലക്ട്രോണിക്സിന്റെയും വീട്ടുപകരണങ്ങളുടെയും മൊത്ത ചില്ലറ വ്യാപാര രംഗത്ത് കഴിഞ്ഞ 44 വർഷമായി പ്രവർത്തിക്കുകയാണ് വീഡിയോ ഹോം ആൻഡ് ഇലക്ട്രോണിക് സെന്റർ. ഖത്തർ ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന സ്ഥാപനത്തിന്റെ സ്വന്തം ഉൽപ്പന്നമായ ഓസ്കാർ സൗദി വിപണിയിലും ലഭിക്കുമെന്ന് മാനേജ്മെന്റ് അറിയിച്ചു. ക്വാളിറ്റിയിൽ വിട്ടുവീഴ്ച ചെയ്യാത്ത ബ്രാൻഡാണ് ഓസ്കാർ എന്നും
സൗദിയുടെ എല്ലാ ഭാഗത്തും റീറ്റെയിൽ വ്യാപാര കേന്ദ്രങ്ങൾ വഴിയും ഓൺലൈൻ വഴിയും ഓസ്കാർ ഉൽപ്പന്നങ്ങൾ ലഭിക്കുമെന്നും കമ്പനിയുടെ ഡയറക്ടർ ആൻഡ് സിഇഒ CV റപ്പായി പറഞ്ഞു. പിന്നെ നമ്മൾ വിൽക്കുന്ന എല്ലാ പ്രോഡക്റ്റുകൾക്കും ആഫ്റ്റർ സെയിൽ സർവീസ് നമ്മൾ കൊടുക്കും. അതിൻ്റെ സ്പെയർ പാർട്സ് അവൈലബിൾ ആണ്, അതിൻ്റെ ടെക്നിക്കൽ സപ്പോർട്ട് അവൈലബിൾ ആണ്, അതെല്ലാം. പക്ഷേ നമ്മളത് കൊടുക്കാൻ തയ്യാറാവുന്നത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ നമുക്കറിയാം അത് 99% ഡിഫക്ട്സ് പ്രൂഫ് പ്രൊഡക്റ്റാണ് നമ്മൾ വിൽക്കുന്നത്. കാരണം നമ്മളത് മാനുഫാക്ചർ ചെയ്യുന്നത് മോസ്റ്റ് റെപ്യൂട്ടഡ്, വേൾഡിലെ റെപ്യൂട്ടഡ് കമ്പനികളിൽ നിന്നാണ്. 50ഓളം വിഭാഗങ്ങളിലായി 500ഓളം ഇനം ഉൽപ്പന്നങ്ങൾ ഇതിനകം ഓസ്കാർ വിപണിയിലെത്തിച്ചിട്ടുണ്ട്. സൗദിയിൽ വിപുലമായ സർവീസ് സെന്ററുകളും പ്രവർത്തിക്കുന്നുണ്ട്. ഉപഭോക്താക്കളുടെ അഭിരുചിക്കനുസരിച്ചും നൂതന സാങ്കേതിക സംവിധാനങ്ങൾ ഉപയോഗിച്ചതുമായ ഉൽപ്പന്നങ്ങളാണ് ഓസ്കാർ വിപണിയിലെത്തിക്കുന്നതെന്ന് MDയും വൈസ് ചെയർമാനുമായ സാജിദ് ജാസിം മുഹമ്മദ് സുലൈമാൻ പറഞ്ഞു. And we are very proud of our depth of our products, the quality of our products, and we are constantly innovating our products to ensure that we meet the highest expectations of our customers. So we are really working hard in ensuring that we provide the best quality products to our customers at any given point in time. AC, റെഫ്രിജറേറ്റർ, വാഷിംഗ് മെഷീൻ, TV തുടങ്ങി നിരവധി ഓസ്കാർ ഉൽപ്പന്നങ്ങൾ ഇപ്പോൾ സൗദി വിപണിയിൽ ലഭ്യമാണ്. ഖത്തർ ജനസംഖ്യയുടെ 90%-ന്റെയും വിശ്വാസം നേടിയെടുത്ത ശേഷമാണ് വീഡിയോ ഹോം ആൻഡ് ഇലക്ട്രോണിക് സെന്ററിന്റെ സേവനം മറ്റു രാജ്യങ്ങളിലേക്ക് വ്യാപിപ്പിക്കുന്നതെന്നും മാനേജ്മെന്റ് അറിയിച്ചു. ഓസ്കാർ ഉൽപ്പന്നങ്ങൾ സൗദിയിൽ പരിചയപ്പെടുത്തുന്നതിന് അറേബ്യൻ ഹൊറൈസൺ കമ്പനി നൽകിയ പിന്തുണയ്ക്കും CV റപ്പായി നന്ദി പറഞ്ഞു. കമ്പനിയുടെ സൗദി കൺസൾട്ടന്റ് K. അബ്ദുൽ നിഷാദ്, CFO സുധീഷ് പൂക്കോടൻ എന്നിവരും വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. ജലീൽ കണമംഗലം, 24 ജിദ്ദ. ദേര നഗരത്തിൽ ദുബായ് പോലീസ് നടത്തിക്കൊണ്ടിരിക്കുന്ന ഇഫ്താർ കിറ്റ് വിതരണത്തിൽ സജീവമായ മലയാളികളും ദുബായിലെ വിവിധ വ്യവസായ സ്ഥാപനങ്ങളുടെയും വാണിജ്യ പ്രമുഖരുടെയും സഹകരണത്തോടെ 5000-ഓളം ആളുകൾക്കാണ് ദിവസേന ഇഫ്താർ കിറ്റ് വിതരണം ചെയ്യുന്നത്. ദുബായ് പോലീസ് മുൻ മേധാവി അബ്ദുള്ള അൽ ഹുസൈനി, നൈഫ് പോലീസ് ഓഫീസർ മുഹമ്മദ് ഹത്താവി, മലയാളികളായ ഷാഹുൽ തങ്ങൾ, മജീദ് തെരുവത്ത്, മുഹമ്മദ് ഇബ്രാഹിം, ശ്രീജ എന്നിവരാണ് പരിപാടിക്ക് നേതൃത്വം നൽകുന്നത്. ഷാർജയിൽ മലയാളി അന്തരിച്ചു. തിരുവനന്തപുരം പെരുമാതുറ സ്വദേശി മുഹമ്മദ് നവാസാണ് മരിച്ചത്. ഇന്റീരിയർ കമ്പനി നടത്തിവരികയായിരുന്നു നവാസ്. ഓൺലൈൻ മാധ്യമ പ്രവർത്തന രംഗത്തും സജീവമായിരുന്നു. മലയാള സിനിമയിൽ ജൂനിയർ ആർട്ടിസ്റ്റായും ജോലി ചെയ്തിട്ടുണ്ട്. റിയാദിൽ മലയാളി അന്തരിച്ചു. മലപ്പുറം പെരുമ്പടപ്പ് സ്വദേശി മാളിയക്കൽ അബ്ദുൾ റൌഫാണ് റിയാദിലെ ഷുമൈസി ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെ മരിച്ചത്. 43 വയസ്സായിരുന്നു. ഖബറടക്കം വൈകിട്ട് റിയാദിൽ നടന്നു. പത്തനംതിട്ട പട്ടാഴിമുക്കിൽ 2 പേരുടെ മരണത്തിനിടയാക്കിയ വാഹനാപകടം മനഃപൂർവ്വമെന്ന സൂചന. അമിത വേഗതയിലെത്തിയ കാർ ലോറിയിലേക്ക് ഇടിച്ചു കയറ്റുകയായിരുന്നു എന്നാണ് ദൃക്സാക്ഷികളുടെ മൊഴി. നൂർനാട് സ്വദേശി അനുജ, ചാരുമൂട് സ്വദേശി ഹാഷിം എന്നിവരാണ് ഇന്നലെയുണ്ടായ അപകടത്തിൽ മരിച്ചത്. ടൂർ കഴിഞ്ഞ് സഹപ്രവർത്തകരോടൊപ്പം മടങ്ങുകയായിരുന്ന അനുജയെ ഹാഷിം കാറിൽ കയറ്റി കൊണ്ടുപോവുകയായിരുന്നു. ഇന്നലെ രാത്രി 10:30-യോടെയായിരുന്നു അപകടം. തുമ്പമൺ നോർത്ത് ഗവൺമെന്റ് ഹൈസ്കൂളിലെ അധ്യാപികയാണ് അനുജ. ഹാഷിമും അനുജയും സുഹൃത്തുക്കളാണ്. തിരുവനന്തപുരത്ത് നിന്നും സഹപ്രവർത്തകരോടൊപ്പം വിനോദയാത്ര കഴിഞ്ഞ് മടങ്ങുന്നതിനിടെ വാഹനം തടഞ്ഞ് ഹാഷിം അനുജയെ കാറിൽ കയറ്റി കൊണ്ടുപോകുകയായിരുന്നു. ഹാഷിം ബന്ധുവാണെന്നായിരുന്നു അനുജ സഹപ്രവർത്തകരോട് പറഞ്ഞത്. സംശയം തോന്നിയതോടെ സഹപ്രവർത്തകർ ബന്ധുക്കളെ വിവരമറിയിച്ചു. ഇതിനിടെ അടൂർ പട്ടായമുക്കിൽ വെച്ച് അപകടവുമുണ്ടായി. वहाँ पे रोड साइड कार आई थी, फादर बता रहा जैसे मेरा रोड साइड कार आके और गाड़ी में टकराई है जी. हमारी गाड़ी तो वहाँ पर रुक गई है, आराम से कंट्रोल कर लिया हमने जी. वहाँ पे 40 स्पीड पे गाड़ी वहाँ कंट्रोल कर ली जी. കാർ അമിത വേഗത്തിൽ ഓടിച്ച് ലോറിയിലേക്ക് ഇടിച്ചു കയറ്റിയെന്നാണ് സൂചന. വാഹനത്തിനുള്ളിൽ നിന്നും മദ്യക്കുപ്പിയും കണ്ടെത്തി. കാറിൽ മൽപ്പിടുത്തം നടന്നതായി സംശയിക്കുന്നുവെന്ന് ദൃക്സാക്ഷി ഏനാദിമംഗലം പഞ്ചായത്ത് അംഗം ശങ്കർ മരൂർ. ഇതിൻ്റെ ഫ്രണ്ട് ഡോറ് 3 ട്രിപ്പ് ഈ ഡോറ് തുറന്നു, ഓടിക്കൊണ്ടിരുന്ന വാഹനത്തിൻ്റെ ഡോറ് തുറന്നു.
ഇതിൽ പെട്ടെന്ന് നോക്കുന്ന ഒരാൾക്ക് സ്വഭാവമായിട്ട് മനസ്സിലായി ഇതിൽ ആരെയോ ശാരീരികമായിട്ട് ഉപദ്രവിക്കുകയാണ് എന്നൊരു തോന്നൽ ഞങ്ങൾക്ക് തന്നെ ഉണ്ട്. അതിൻ്റെ അകത്ത് മദ്യമുണ്ട്, കുപ്പിയൊക്കെ അതിനകത്ത് തന്നെ കിടപ്പുണ്ട്. പിന്നെ അത് കഴിഞ്ഞ് നമ്മൾ അടൂർ ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ പോയപ്പോൾ നമ്മൾ അറിയുന്നത് കൂടുതലുള്ള ടീച്ചർമാർ വന്നു. ഈ ടീച്ചർമാരെല്ലാം കൂടെ ടൂർ പോയതാണ്. ടൂർ പോയിട്ട് വന്ന വഴിക്ക് കുളക്കട വെച്ചിട്ട് പിടിച്ചിറക്കുകയാണ് ഈ കുഞ്ഞ്. ഈ ടീച്ചറിനെ പിടിച്ചിറക്കുകയാണ്. അനുജ വിവാഹിതയാണ്. 11 വയസ്സുള്ള കുട്ടിയുമുണ്ട്. അടൂർ പോലീസ് സംഭവത്തിൽ അന്വേഷണം തുടങ്ങി. 24 പത്തനംതിട്ട. പത്തനംതിട്ട പട്ടാഴിമുക്കിലെ വാഹനാപകടത്തിൽ 2 ജീവനും പൊലിഞ്ഞ് മണിക്കൂറുകൾ കഴിയുമ്പോഴും ദുരൂഹതകൾ ഒഴിയുന്നില്ല. അനുജയും ഹാഷിമും എങ്ങനെ പരിചയപ്പെട്ടെന്നോ ഇവർക്കിടയിൽ എന്ത് സംഭവിച്ചെന്നോ രണ്ടുപേരുടെയും വീട്ടുകാർക്കറിയില്ല. മകൻ ഒരിക്കലും ആത്മഹത്യ ചെയ്യില്ലെന്നാണ് ഹാഷിമിന്റെ പിതാവ് ഹക്കീമിന്റെ പ്രതികരണം. ആലപ്പുഴ നൂറനാട് പാലമേൽ പഞ്ചായത്തിലാണ് അനുജയുടെ കുടുംബ വീട്. പിതാവും മൂത്ത സഹോദരനുമാണ് ഇവിടെ താമസം. 1.5 മാസം മുൻപാണ് ശസ്ത്രക്രിയയ്ക്കായി അനൂജ തറവാട്ടിലെത്തിയത്. ഇവിടെ നിന്നാണ് തുമ്പമണ്ണിലെ സ്കൂളിൽ ജോലിക്ക് പോയിരുന്നത്. നാളെ കായംകുളത്തുള്ള ഭർത്താവിൻ്റെയും മകൻ്റെയും അടുത്തേക്ക് പോകാനിരിക്കെയാണ് ദുരൂഹ മരണം. ഹാഷിം ആരാണെന്ന് അനുജയുടെ കുടുംബത്തിന് അറിയില്ല. പ്രതികരിക്കാൻ കഴിയാത്ത അവസ്ഥയിലാണ് സ്കൂൾ ഹെഡ് മാസ്റ്ററായി റിട്ടയർ ചെയ്ത അനുജയുടെ അച്ഛൻ രവീന്ദ്രൻ. അനുജയുടെ മരണത്തിൻ്റെ ഞെട്ടലിലാണ് നാടും. അവർ മാന്യമായി ജീവിക്കുന്ന കുടുംബം. അധ്യാപികയായിരുന്നു അച്ഛനും. അച്ഛൻ അധ്യാപകനും അമ്മ അധ്യാപികയായിരുന്നു. ഈ കുട്ടിയും കോളേജ് പ്രൊഫസറാണ്. മാന്യമായി ജീവിക്കുന്ന കുട്ടിയാണ്. അനുജയുടെ വീട്ടിൽ നിന്ന് 7 കിലോമീറ്റർ അകലെ ചാരുമൂട്ടിലാണ് ഹാഷിമിന്റെ വീട്. ഇന്നലെ രാത്രി 9:15 ഹാഷിമിനെ ആരോ ഫോണിൽ വിളിച്ചു. സ്വകാര്യ ബസ് ഡ്രൈവറായ ഹാഷിം ജോലി കഴിഞ്ഞ് വീട്ടിലെത്തി വിശ്രമിക്കുകയായിരുന്നു. ഫോൺ കോളിന് പിന്നാലെ ഉടൻ മടങ്ങി വരാമെന്ന് പറഞ്ഞാണ് മകൻ പോയതെന്ന് ഹാഷിമിന്റെ മാതാവ് പറയുന്നു. പിന്നെ കേൾക്കുന്നത് അപകട വാർത്ത. ഭാര്യയും ഒരു മകനുമുള്ള ഹാഷിം അനുജയുമായി എങ്ങനെ സൗഹൃദത്തിലായി എന്ന് ഇവർക്കറിയില്ല. ഒന്ന് മാത്രം അവർ പറയുന്നു, ഹാഷിം ആത്മഹത്യ ചെയ്യില്ല. അതിനെക്കുറിച്ച് യാതൊരു വിവരമില്ല. നമ്മൾ കണ്ടിട്ട് പോലും ഇല്ല. ഇവരെയൊന്നും നമ്മൾ കണ്ടിട്ടേ ഇല്ല. ഇവൻ്റെ കൂടെ ഉള്ള ഒരു ടീമിനെ നമുക്കറിയത്തേ ഇല്ല. ഇവൻ്റെ ജീവിതത്തിൽ അവനെ അങ്ങനെ ചിന്തിക്കാനേ ഒക്കത്തില്ല. എന്ന് വെച്ചാൽ അത്ര സ്റ്റാമിന ഉള്ള ഇറക്കണം. ഇവനെ വലിയ കാര്യം എല്ലാവർക്കും. അനുജയുടെ മൃതദേഹം നാളെ നൂറനാട് കുടുംബ വീട്ടിലും എത്തിക്കും. 24 ആലപ്പുഴ. ഫോക്കസ് പൂർണ്ണമാകുന്നു. നമസ്കാരം.